ഒരുപാട് ഫെയിലിയേഴ്സ് വേണം, അപ്പോഴാണ് നമുക്ക് സക്സസ് വരുന്നത്. PSC എന്നെയല്ല എന്നെപ്പോലെയുള്ള ഒരുപാട് പേരെ എത്തിച്ചുകൊണ്ടായിരുന്നു അവർ ഷെഡ്യൂൾ ഇട്ടത്. പക്ഷേ സിവിലിയൻ സാറാണ് പറഞ്ഞത് നമുക്ക് ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഇതൊരിക്കലും ഒരു എൻഡിങ് അല്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൂടെ ആരും ഒന്നും എത്തുന്നില്ല. നമ്മൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ സമയം എടുക്കും. പക്ഷേ ഇതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു RRB ചെയ്യാവുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ PC ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇത് ഇങ്ങനെ പാസ് ഔട്ടായി ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ നിന്നെല്ലാം നോളേജ് വെച്ച് ഞാൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. എല്ലാത്തും കൂടി ചാടി പിടിക്കാൻ നിൽക്കരുത്. RRB പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിളാണ്, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ട് പഠിക്കേണ്ട സാധനമേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് എൻ്റെ പേര് ആദർശനാണ്. ഞാൻ 2021 BTech പാസ് ഔട്ടാണ്. CET നിന്നായിരുന്നു പാസ് ഔട്ട് ആയത്. അപ്പം പാസ് ഔട്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കുറേ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. MTech എടുക്കണോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ്സ് നോക്കണോ, PSC നോക്കണോ, ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഫൈനലായിട്ട് ഒരു ആൻസറിൽ എത്തിയത്. ഒരു അപ്രന്റീസ്ഷിപ്പ് എടുക്കാം, 1 year അപ്രന്റീസ്ഷിപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 1 year അപ്രന്റീസ്ഷിപ്പിലേക്കായിരുന്നു ഞാൻ പോയത്. പിന്നെ 1 year അപ്രന്റീസ്ഷിപ്പാണ് സത്യം പറഞ്ഞാൽ എന്നെ PSCയിലേക്ക് എത്തിച്ചത്. കാരണം ആ 1 year അപ്രന്റീസ്ഷിപ്പോടെ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ കോർപ്പറേറ്റ് ജോബ്സും പ്രൈവറ്റ് ജോബ്സും എനിക്ക് സൂട്ടല്ല എന്നായിരുന്നു ഞാൻ വന്ന ഫൈനലായിട്ടുള്ള വേർഡിച്ച്. അപ്പം അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോബാണ് എനിക്ക് സൂട്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് ഗവൺമെൻറ് ജോബ്സിനാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ PSC ആണ് അതിൻ്റെ മാർഗം. അങ്ങനെയാണ് ഞാൻ PSCയിലേക്ക് പോവാം, PSC പഠിക്കാമെന്നൊരു ഡിസിഷൻ എത്തിയത്. അപ്പം PSC പഠിക്കാമെന്ന് പറഞ്ഞ് എത്തിയപ്പം പിന്നെ വന്ന ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, എവിടെ പഠിക്കണം? അത് എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ നോക്കുന്നത് റെപ്യൂട്ടഡ് ആയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിവിലിയൻസിലേക്ക് എത്തിയത്. അപ്പോൾ സിവിലിയൻസ് ആണ് എൻ്റെ ബെസ്റ്റ് ചോയ്സ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ 2023 ഫെബ്രുവരിയിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. A ബാച്ചിലായിരുന്നു ചേർന്നത്. അപ്പം 2023 ഒരു കൊല്ലം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കൊല്ലമാണ്. നമുക്ക് PSC ആദ്യമായിട്ട് ഒരുപാട് എക്സാംസ് ഒരുമിച്ച് വിളിച്ച ഒരു വർഷമായിരുന്നു. എക്സാംസ് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സാംസ്, നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും ഒരുപാട് എക്സാംസ്, അതേപോലെ നല്ല പോസ്റ്റുകൾ. അതിലാണ് എൻ്റെ മെയിൻ ആകർഷണം വന്നത്. അതായത് ഇത്രയും നല്ല പോസ്റ്റുകൾ, ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് 2023 ഫെബ്രുവരി ജോയിൻ ചെയ്താൽ 2023 വന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ 24 പരീക്ഷ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ PSCക്ക് ചേർന്നത്. പക്ഷേ PSC എന്നെയല്ല എന്നെപ്പോലെയുള്ള ഒരുപാട് പേരെ എത്തിച്ചുകൊണ്ടായിരുന്നു അവർ ഷെഡ്യൂൾ ഇട്ടത്. വെറും 4 മാസം കൊണ്ട് എക്സാംസ് വിളിച്ചു. അങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു ബാച്ചിൽ വന്ന് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എല്ലാ എക്സാംസ് വന്നത്. അപ്പം എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, നന്നായിട്ട് അതിൽ എക്സാംസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഡൗൺ ആയ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സിവിലിയൻ സാറാണ് പറഞ്ഞത് നമുക്ക് ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഇതൊരിക്കലും ഒരു എൻഡിങ് അല്ല. അപ്പം സ്റ്റാർട്ടിങ്ങിലൂടെ ആരും ഒന്നും എത്തുന്നില്ല. നമ്മൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ സമയം എടുക്കും. അങ്ങനെ നമ്മൾ 100% എത്തി എന്ന് അറിയുമ്പോഴേ നമുക്കൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആ സമയത്ത് എഴുതിയ എക്സാംസിൽ നിന്ന് ഒരു റിസൾട്ട് പ്രതീക്ഷിക്കരുത് എന്ന് ഇവിടുത്തെ എല്ലാ ടീച്ചർമാരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം തന്നെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മോട്ടിവേഷനാക്കി ഞാൻ എടുക്കുന്നത്. അപ്പം സ്റ്റാർട്ടിങ് തന്നെ, പിന്നെ ആ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിലും ആ ബാച്ച് ഒരു പെക്യുലർ ബാച്ചായിരുന്നു. ഒരു 160 പിള്ളേർ ഒരു ക്ലാസ്സിലിരിക്കുന്ന ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത്രയും പിള്ളേർ, കാരണം ഞങ്ങളുടെ ആ ക്ലാസ് എന്ന് വെച്ചാൽ ഫുൾ ക്രൗഡ് ആയിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഈ PSCക്ക് പോകുന്നതിന് മുമ്പ് വരെ എനിക്ക് എന്താണ് കോമ്പറ്റീഷൻ എന്നോ എത്രത്തോളം പഠിക്കണമെന്നോ, ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ലാഘവത്തോടെ സിമ്പിളായിട്ട് പാസ്സാവാം അല്ലെ ഏജ് എടുക്കാവുന്ന കേസ് എന്നാണ് വിചാരിച്ചു വെച്ചത്. അത് ഏതൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും നമുക്ക് മുൻവിധി ഉണ്ടാവും, നമ്മൾ വിചാരിക്കും ആ കാര്യങ്ങൾ എളുപ്പമാണെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, ഇതിൽ എത്രത്തോളം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരുപാട് മീനുകളുള്ള വലിയൊരു സമുദ്രമാണ് PSC എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അതിൽ നിന്ന് സ്റ്റാൻഡപ്പ് ആയിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് എത്തി ജോലിയിലേക്ക് എത്തണമെങ്കിൽ ഇറ്റ്സ് ഇസ് വെരി ടഫ്. അപ്പോൾ ഭയങ്കര ടഫാണ്. ആ ഒരു റിയലൈസേഷനാണ് ആദ്യം ഇമ്പോർട്ടൻറ്റ്. ആ റിയലൈസേഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റൂ. അപ്പോൾ ആ റിയലൈസേഷൻ കിട്ടിയത് ഇവിടെ വന്നിട്ട് തന്നെയാണ്. കാരണം ഇവിടുത്തെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്, ഇവിടെ നടത്തുന്ന എക്സാംസ്, ഇതൊക്കെ തന്നെ വലിയൊരു മോട്ടിവേഷനാണ്. നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് വേണം, അപ്പോഴാണ് നമുക്ക് സക്സസ് വരുന്നത്. അപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത് നമ്മൾ എഴുതുന്ന എക്സാംസ് എല്ലാം നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ്. അല്ലാതെ നമ്മൾ ആദ്യത്തെ എക്സാമിന് റാങ്ക് ലിസ്റ്റ് വന്ന് ജസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നാൽ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും എത്താതെയാവും. എന്നെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്ന എക്സാംസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാംസ് ഒന്നും എത്തിയില്ല. അപ്പോൾ എത്തിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. ഇനിയും ട്രൈ ചെയ്യണം, ഇതും പോരാ ഇനിയും പഠിക്കണം എന്നൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ആ മോട്ടിവേഷനും പിന്നെ ഇവിടുത്തെ ഗൈഡൻസും തന്നെയാണ് എൻ്റെ സക്സസ്സിന് മെയിൻ റീസൺ ആയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ പാസ് ഔട്ടായി കഴിഞ്ഞപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇവിടുന്ന് കിട്ടിയ ഒരു MCQ ബുക്കും പിന്നെ ഇവിടുന്ന് കിട്ടിയ ഒരുപാട് നോട്ട്സും നോളേജുമാണ്. പക്ഷേ ഇതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു RRB ജെയാണ് ഇപ്പം ക്വാളിഫൈ ചെയ്ത് RRB ചെയ്യാവുന്നില്ല.
അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ PC ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇത് ഇങ്ങനെ പാസ് ഔട്ടായി ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ നിന്നെല്ലാം നോളേജ് വെച്ച് ഞാൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ എനിക്ക് ആവശ്യം വെച്ചാൽ ഈ നോളേജിനെ ഞാൻ ഷാർപ്പൺ ചെയ്തെടുക്കുക, ഈ നോളേജിൽ നിന്ന് എനിക്ക് വേണ്ട റിസൾട്ട് എടുക്കുക എന്നതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ 2023 ശേഷമായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ കരിയറിലെ പ്രോഗ്രസീവ്സ് സ്റ്റാർട്ട് ചെയ്തത്. 2023 ശേഷം ഞാൻ ഫസ്റ്റ് ഒരു 1-2 മാസം ഭയങ്കര ഷാഗി ആയിരുന്നു. എന്ത് ചെയ്യണം, കുറച്ചും കൂടി പഠിക്കണം, അല്ലെങ്കിൽ വേറെ ജോബ്സ് നോക്കണം എന്നൊക്കെ വേറെ ചിന്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിലൊന്നും വീണില്ല. ഞാൻ പിന്നെയും ഫോക്കസ് ആയിട്ടു PC തന്നെ, ഇതാണ് ലക്ഷ്യം, ക്രാക്ക് ചെയ്തെടുക്കാം വിചാരിച്ച് അങ്ങനെ തന്നെ പഠിച്ചു. അപ്പം ആ സ്ട്രീമിൽ എഴുതിയ എല്ലാ എക്സാംസും എനിക്കൊരു വിധം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് എക്സാംസ് പറഞ്ഞാൽ SSC JEE ഞാൻ ഫസ്റ്റ് ടയർ പാസ്സായി, സെക്കൻഡ് ടയർ എനിക്ക് ജസ്റ്റ് മിസ്സായതാണ്. പിന്നെ അതേപോലെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് എക്സാം ഉണ്ടായിരുന്നു, അതും ഫൈനൽ സ്റ്റേജ് വരെ എത്തി. അതും ലാസ്റ്റ് എത്തിയപ്പോൾ 5ാം റാങ്ക് ഔട്ടായിപ്പോയി. അതും 2 വാക്കൻസി എങ്ങാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ RBI JEE ഇങ്ങനെ ഒരുപാട് എക്സാംസ് ഞാനിങ്ങനെ ലാസ്റ്റ് നിമിഷം വരെ എത്തി ഔട്ടായിപ്പോയി. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡെസ്പായ സംഭവമായിരുന്നു. പിന്നെ ഹാർബർ ഇതിൻ്റെ എക്സാം ആണെങ്കിലും ജസ്റ്റ് കട്ട് ഓഫിന് 1 മാർക്ക് മുമ്പേ ഔട്ടായിപ്പോയി. അപ്പോൾ എക്സാംസ് നമുക്ക് ആ ഫെയിലിയേഴ്സ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എന്നെ ബൂസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഇത്രത്തോളം എക്സാംസ് എഴുതി ലാസ്റ്റ് സ്റ്റേജ് എത്തി എന്നതൊരു ക്രെഡിറ്റ് അല്ല. അത് എത്തിയത് കൊണ്ട് എനിക്ക് ജോലി കിട്ടാനും പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു കരിയർ ഉണ്ടാവാനും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാവുന്ന യൂഷ്വലായിട്ടുള്ള സിറ്റുവേഷനാണത്. എല്ലാവരും വിചാരിക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യുന്നു. അല്ല, നമുക്ക് ജോലി എന്ന് കിട്ടുന്നോ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് കിട്ടുന്നോ, എന്ന് നമ്മൾ ജോലി കിട്ടുന്നോ അപ്പോഴും നമ്മൾ സക്സസ് ആവുന്നുള്ളൂ. അതുവരെ നമ്മൾ ചെയ്തതും അല്ലെ അതുവരെ എത്തിയതും ആരും എവിടെ എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ RRB എന്നത് ഒരു ഓപ്ഷനാക്കി എടുത്തത്. പിന്നെ RRBൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം SSCയും RRB ആണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് നടത്തുന്ന എക്സാംസ്. അല്ലെങ്കിൽ PSCനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് മൂവിങ് ആണ്. PSC എടുക്കുകയാണെങ്കിൽ മിനിമം 2 ഇയേഴ്സ് എക്സാം കഴിഞ്ഞ് റെസ്റ്റ് വന്ന് നിങ്ങൾ അപ്പോയിൻ്റ് ആവാൻ എടുക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര സമയമില്ലായിരുന്നു, എനിക്ക് പെട്ടെന്നൊരു ജോബ് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ RRB പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിച്ചത്. RRB പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിളാണ്, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ട് പഠിക്കുന്ന സാധനമേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ സ്റ്റേറ്റ് എക്സാംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന നമുക്ക് RRBൻ്റെ സിലബസ് കാണുമ്പം ചിലപ്പോൾ നമുക്ക് ഒരു വെറി തോന്നാം. കാരണം എന്താ വെച്ചാൽ ആ സിലബസ് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസിൻ്റെ കേസ് വെച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അത് എളുപ്പമാണ്. കാരണം വെച്ചാൽ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കിയാൽ അറിയാം, ജനറൽ നോളേജ് ഉണ്ട്, പിന്നെ സയൻസ് ഉണ്ട്, ഫസ്റ്റ് ടയർ ഫുള്ള് നോൺ ടെക് ആണ്. ഇത് കാണുമ്പോൾ ഏതൊരു ആസ്പിരൻ്റ് ആണെങ്കിലും ഭയങ്കര വെറി ഉണ്ടാവും. കാരണം നമ്മളിവിടെ AIയും ഓവർസീസും ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ടെക്നിക്കൽ മാത്രം പഠിക്കുന്നത്. പക്ഷേ RRB നോക്കുമ്പോൾ എൻ്റെ ഡിഫറൻറ്റ് സിലബസാണ്. അപ്പോൾ അതിലേക്ക് മാറുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അതിലേക്ക് ആ ഒരു ഫോക്കസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ, ഞാൻ ടെക്നിക്കൽ തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ഈ എക്സാംസും ഓവർസീസ് എക്സാംസും തന്നെ നോക്കി. പക്ഷേ എക്സാം അടുപ്പിച്ച് അറൗണ്ട് ഫസ്റ്റ് ഇയർ വിളിക്കുന്നതിൻ്റെ 2-3 മാസം മുമ്പ് ഞാൻ നോൺ ടെക്സ് പഠിക്കാൻ തുടങ്ങി. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പാസ് ഔട്ടായി ഉടനെ തന്നെ പോയത് ബാങ്ക് കോച്ചിങ്ങിനായിരുന്നു. എന്തിനാണ് ഞാൻ പോയതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ബേസ് ഉണ്ടായിരുന്നു, നോൺ ടെക്സ് പഠിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നോൺ ടെക്സ് എളുപ്പമായിരുന്നു, റീസണിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ എളുപ്പമായിരുന്നു. പിന്നെ GK ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിച്ചു. പിന്നെ GK തന്നെ ഞാൻ സ്പെസിഫിക്കലി സയൻസ് ആയിരുന്നു കൂടുതൽ പഠിച്ചത്. എനിക്ക് എളുപ്പമുള്ള സബ്ജക്ട്സ് നോക്കി പഠിച്ചു. അങ്ങനെയായിരുന്നു ഞാൻ ടയർ 1 ക്രാക്ക് ചെയ്തത്. പിന്നെ ടയർ 2 എത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്ട്രീമിലേക്ക് വന്നു, 100 മാർക്ക് ഏകദേശം ടെക്നിക്കൽ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സിമ്പിളാണ്. ഇപ്പോൾ ടയർ 1 ഏകദേശം നല്ല മാർക്കിന് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നാണ് ഇമ്പോർട്ടൻറ്റ്. ഇതേ സംബന്ധം ഞാൻ SSCക്ക് വരുമ്പോഴും നമ്മളെ സംബന്ധിച്ചിട്ട് ഇത് ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് PC പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. കാരണം 100 മാർക്ക് ടെക്നിക്കൽ ഉള്ളൂ, ബാക്കി 100 മാർക്ക് എന്താണ്, നോൺ ടെക് ആണ്. അപ്പോൾ ആ നോൺ ടെക് പഠിച്ചെടുക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് കൂടെ നോക്കണം. കോമ്പീറ്റ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ പിള്ളേരോടാണ്. അവരെ സംബന്ധിച്ചിട്ട് അവർ തുടക്കം മുതലേ ഈ ഒരു സിലബസിലാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് ഈ കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. SSCയും JEEയും RRB നോക്കുമ്പോൾ അതിനായിട്ട് നമുക്കൊരു കാറ്റഗറി പെടുത്താം, സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് ആണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ആണ് പ്രോസസ്സുകൾ. അറൗണ്ട് 1 ഇയർ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജോബ് കയറാം. പക്ഷേ നമ്മളെ സ്റ്റേറ്റ് PC ആണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പം എക്സാം വന്ന് അത് കഴിഞ്ഞ് സ്റ്റേജസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ ചിലപ്പോൾ 2 to 3 ഇയേഴ്സ് എടുക്കാം. അപ്പം SSC ചെയ്യുന്ന പറയുകയാണെങ്കിൽ അതിൻ്റെ സിലബസ് പെക്യുലറായിട്ട് നമ്മൾ നോക്കി പഠിക്കണം. സിലബസ് നോക്കുകയാണെങ്കിൽ അതിന് നോൺ ടെക് ഉണ്ട്, പിന്നെ അതുപോലെ ടെക്നിക്കൽ ഉണ്ട്. 200 മാർക്ക് എക്സാമിൽ 100 മാർക്ക് ടെക്നിക്കൽ ഉള്ളൂ, ബാക്കി 100 മാർക്ക് നോൺ ടെക് ആണ്. അപ്പോൾ അത് പഠിക്കുന്നത് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് പഠിക്കാതെ നമുക്ക് ഒരിക്കലും നല്ലൊരു റാങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ജോബ് വിചാരിക്കുന്ന ജോബ് കിട്ടത്തില്ല. അത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് മൈൻഡാണ്. അപ്പം കോമ്പറ്റീഷൻ നടക്കുന്നത് ഓൾ ഇന്ത്യ ആണ്. അപ്പം നോർത്ത് ഇന്ത്യൻ സൈഡിൽ വരുന്ന പിള്ളേരുണ്ടാവും. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഓൾറെഡി ചെറുപ്പം മുതലേ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ സിലബസ് ആണ്. അതായത് എന്താ പറയുക, നോൺ ടെക് പ്ലസ് ടെക്കാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ടാണ് അവർക്ക് നമ്മളെക്കാട്ടും ഹെഡ് ആവുന്നത്, ഈ പറഞ്ഞ SSC ആണെങ്കിലും RRB ആണെങ്കിലും. അല്ലാതെ നമ്മളെക്കാട്ടും കഴിവ് അവർക്ക് ഉണ്ടായിട്ടല്ല. നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്ക് മാത്രമാണ്. പക്ഷേ നമ്മൾ അതിനും കൂടി കുറച്ചൊരു ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. SSC ചെയ്യും, RRB ചെയ്യും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എത്തിയത്. അങ്ങനെയാണ് ഞാൻ ഈ എക്സാംസ് ക്രാക്ക് ചെയ്തത്. പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. എല്ലാത്തും കൂടി ചാടി പിടിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ നമ്മൾ ഓവർസിയർ ലെവൽ പഠിക്കുകയാണെങ്കിൽ അതിനായിട്ട് ഫോക്കസ് ചെയ്യുക, നിമ്മിയും ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിനായിട്ട് ഫോക്കസ് ചെയ്യുക. A ലെവൽ ആണെങ്കിൽ അതിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഒരിക്കലും നമ്മൾക്ക് ഇപ്പോൾ ഓവർസിയർ, ഇപ്പോൾ ഞാൻ A ലെവൽ പഠിച്ചു, അപ്പോൾ എനിക്ക് ഓവർസിയർ ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്തില്ല എന്നതുകൊണ്ട് ഞാൻ ഡൗൺ ആവാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഒരു ഓവർസിയർ ലെവൽസ് എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അതേ സംബന്ധിച്ച് A ലെവലും JE ലെവൽ എക്സാംസ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വേർതിരിവ് പറയാൻ പറ്റും. കാരണം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു എക്സാംസ് ലെവലിൽ പഠിക്കുകയാണെങ്കിൽ ആ എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെ പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേ ഫോക്കസ്ഡ് ആണ്. നമ്മളിവിടെ ഫോക്കസ് മാറിപ്പോയി കഴിഞ്ഞാൽ then നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. വിറ്റ് മീൻസ് അതായത് നമ്മൾ പഠിച്ചതുകൊണ്ടോ നമ്മളിവിടെ കോച്ചിങ് എടുത്തുകൊണ്ടോ ആരും Aയും Gയും ഓവർസിയറും ഒന്നും ആവുന്നില്ല. നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് എത്രത്തോളം നിൽക്കുന്നോ അതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സക്സസ് കിട്ടുന്ന ഉറപ്പാണ്. പിന്നെ RRB ചെയ്യുകയാണെങ്കിലും SSC ചെയ്യുകയാണെങ്കിലും ഏത് ഗവൺമെൻറ് ജോബ് ആണെങ്കിലും നമ്മൾ കിട്ടുന്ന ജോബ്സ് നല്ല ജോബ്സാണ്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റിലുള്ള എല്ലാ ജോബ്സുമാണ്. പ്രൈവറ്റും പറഞ്ഞ M.Tech എടുത്ത് പോകുന്നവരാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ M.Tech വേണോ എന്നതൊക്കെ നിങ്ങളെ ഓപ്ഷൻസ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ M.Tech നോക്കിയില്ല. പറയുമ്പോൾ ഞാൻ ഗേറ്റ് ക്വാളിഫൈഡ് ആണ്, 24 ക്വാളിഫൈഡ് ആണ്. എനിക്ക് M.Tech എടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ M.Tech നോക്കിയില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ M.Tech എടുത്ത് പോയി 2 കൊല്ലം 2.5 കൊല്ലം അവിടെ വേസ്റ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വന്ന് വീണ്ടും ഇത് നോക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു. എനിക്കിപ്പോൾ M.Tech വേണ്ട. M.Tech ആവശ്യമുള്ളത് നമുക്ക് സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ളപ്പോഴാണ്. അപ്പം എപ്പോഴാണ് സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ളത് ആ സമയത്ത് എടുത്താൽ മതി എന്നതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ PSC ഫോക്കസ് ചെയ്ത് പഠിച്ചത്. പിന്നെ കഴിയുന്നതും എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാൻ എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഒരുപാട് കൊല്ലം കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ M.Tech എടുത്ത് PhD എടുത്ത് പഠിച്ച് വന്നിട്ട് ഈ പോലെ ഗവൺമെൻറ് ജോബിന് കയറുന്നതിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഇതേപോലെ ഫോക്കസ് ആയി പഠിച്ചിട്ട് ജോലി കയറാൻ എന്നാണ് ഇമ്പോർട്ടൻറ്റ്. ഇത്രേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ സക്സസ് എല്ലാവർക്കും നിങ്ങളുടെ കൈപ്പിടി തന്നെ ഉണ്ട്. വിചാരിച്ച് പഠിച്ചാൽ മതി. സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും മികച്ച കോച്ചിങ് സിവിലിയൻസ്. ലേൺ ഫ്രം ദി ബെസ്റ്റ്.